ഈ ടാൻ ലൈൻസ് എവിടെയാ കാണാൻ കിട്ടുക? ഇതൊക്കെ എന്തിനാ ഇന്റർവ്യൂല് ചോദിക്കുന്നത്? കൊന്നു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടമില്ലേ, ഈ സൈക്കോപാത്ത് നോട്ടം എന്നൊക്കെ പറയില്ലേ, ആ നോട്ടം അത് ഡയറക്ടർ പറഞ്ഞു നോക്കിപ്പിച്ചാണോ അതോ വാസ് ഇറ്റ് യുവർ കോൺട്രിബ്യൂഷൻ? ഞങ്ങളിത് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ നൈറ്റ് ഷൂട്ട് ആയിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയിരിക്കുമ്പോൾ സെറിന് വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ അപ്പൊ ആ നോട്ടം വരുന്നത് അല്ലേ? ഞാൻ പണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ഹോളിവുഡിലുള്ളവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഞാനും ചെയ്തിട്ടുണ്ട്. വലിയൊരു സ്റ്റാറിന് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ആ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ തോന്നുന്നു നീ ആരാണ് വിശ്വാസം അത് കുത്തുവാളയാണ് അജേഷ് ഉണ്ടാക്കിയെടുത്താണ്, അതാ ഇല്ലാതായത്. ഒറ്റ ടേക്ക് തന്നെയാണ് ഫുള്ള് പറഞ്ഞേക്കുന്നത്. ആ ഒരു മോണോലോഗ് പരിപാടി ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടുന്ന. ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞോട്ട് ഞാൻ പറഞ്ഞ ബേസിൻ്റെ അടുത്ത് പറഞ്ഞു, ഓ ഇത് റീൽസിൽ ഓടും കുറേ എന്ന് പറഞ്ഞു. അത് ഒബ്വിയസ്ലി അതങ്ങനെ ആയിരിക്കുമല്ലോ. ഒത്തിരി നേരമായിട്ട് ഇത്തിരി നേരത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 3 ഇൻക്രെഡിബിൾ ആക്ടേഴ്സാണ് ഇതിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക് 3 പേരെ ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ രോഷൻ, സെറിൻ ആൻഡ് ആനന്ദ്, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. കുറേ നേരമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, രാവിലെ തുടങ്ങിയിട്ടല്ലേ, ഇന്നിപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരത്തെക്കുറിച്ച് നമുക്ക് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ചോദിക്കാം. അതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ഞാൻ റോഷനെ കുറിച്ചിട്ട് ഇന്നലെ ഇങ്ങനെ ഇന്ന് നോക്കുക കേട്ടോ, ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ബീൻ 10 years അല്ലേ? 10 വർഷം ഓഫ് സിനിമ, 15 വർഷം ഓഫ് അഭിനയം, ആൻഡ് യു ലുക്ക് ഭയങ്കര യങ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഇത്രയും കാലമായില്ലേ ഈ പുള്ളിക്കാരെ വന്നിട്ട്. ഇതിങ്ങനെ പറയുമ്പോഴേ ഈ 10 വർഷമായി എന്ന് പറയുമ്പോ എന്താ തോന്നുന്നത്, ദൈവമേ ഇത്രയും സമയം പെട്ടെന്ന് പോയി എന്നാണോ, കൊറേ കാലായല്ലേ ആ സാധനമാണോ, ഇങ്ങനെ എന്താ, വാട്ട് ഈസ് യുവർ ഫീൽ? ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്ലി ഈ 2 മാസം മുമ്പ്, 1 മാസം മുമ്പോ മറ്റു വേറൊരു ഇന്റർവ്യൂവിൽ ഒരു ജേർണലിസ്റ്റ് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് റിയലൈസ് ആയത് 10 വർഷമായത്. ഇതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് കണക്കെടുത്ത് എണ്ണി നോക്കിയിരുന്ന സമയത്ത് 10 ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഇത്രയും നാളും കൂടെ കഴിഞ്ഞാൽ 10 ആവുമല്ലേ എന്ന് ഓർത്തിട്ട് വെച്ചതാ. പിന്നെ ഞാൻ മറന്നുപോയി, പിന്നെ വിട്ടുപോയി. വിട്ടുപോയി. പക്ഷെ എനിക്ക് ആക്ച്വലി ഇച്ചിരി നേരമേ ആയിട്ടുള്ളൂ. എനിക്ക് ഇത്തിരി നേരം ആയിട്ടുള്ളൂ എന്ന് തന്നെ എപ്പോഴും തോന്നുന്നു. വളരെ പെട്ടെന്ന് സമയം പോയി. ഈ 10 yearsന്റെ ഇടയിലേ ദാറ്റ് വാസ് എ മൊമെന്റ്, ഇപ്പോഴും എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയ ഒരൊറ്റ മൊമെന്റ് ചോദിച്ചാൽ ഏതാ പറയാ? ആദ്യത്തെ മറ്റേ കോള് വരുന്നത് ഭയങ്കര എന്നുവെച്ചാൽ ഒരു ഇതിനൊരു ബാക്ക് സ്റ്റോറി പറഞ്ഞാൽ സെൻസ് ഉണ്ടാക്കും. ഞാൻ കുറേ നാളിങ്ങനെ എൻ്റെ പരിചയക്കാരുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്തൊക്കെ വെറുതെ തമാശയ്ക്ക് പറയുമായിരുന്നു, ഫോണിൽ എപ്പോൾ അൺനോൺ നമ്പർ കോൾ വന്നാലും ഒരു സെക്കൻഡ് അഞ്ജലി മേനൻ വിളിക്കുന്നു, അടുത്ത സിനിമയിലേക്കാണ് എന്ന് പറഞ്ഞു ഒരു ദിവസം അത് ശരിക്കും സംഭവിച്ചു. ആനന്ദം കണ്ടോണ്ടിരിക്കുമ്പോഴല്ല, ആനന്ദം റിലീസൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു ഗണേശേട്ടൻ. അപ്പോൾ ഗണേശേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം വിളിച്ചിട്ട് കൂടെ പടത്തിന്റെ ഒരു ഓഡിഷൻ പരിപാടി ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു മൊമെന്റ് ആയിരുന്നു. അത് വൈ അഞ്ജലി മേനൻ? അത് ഞാൻ മഞ്ചാടിക്കുരു കണ്ട ഒരു ടൈമില് ഞാൻ കുറെ നാളുകള് വേറെ ഭാഷയിലെ സിനിമകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, മലയാള സിനിമകളെ വിട്ടുപോയായിരുന്നു. ആ സമയത്ത് ഒരു അഹങ്കാരത്തിന്റെ ഒക്കെ പേരിൽ വേറെ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം തിരിച്ച് വീട്ടിൽ വന്നു. അമ്മേൻ്റെ അവിടെയൊക്കെ ഭയങ്കര മൂവി ഫാൻസ് ആണ്. മഞ്ചാടിക്കുരുവിന്റെ ഒരു DVD ഇരിക്കുന്നു. ഞാൻ ഈ പടത്തിനെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, വെറുതെ അതവിടെ കണ്ടതുകൊണ്ട് ഇട്ടു. പ്രത്യേകിച്ചുണ്ട് ഇപ്പോൾ DVD കവറിൽ തന്നെ ഇട്ടു. ഒറ്റരിപ്പിന് പടം ഫുള്ള് കണ്ടിട്ട് ഞാനിങ്ങനെ ഈ ഡയറക്ടർ ആരാ, എനിക്ക് എന്തെങ്കിലും ഒരു സിനിമ ഈ ഡയറക്ടറോട് ചെയ്യാം. അന്ന് സിനിമയൊന്നും ചെയ്തു തുടങ്ങിയിട്ടൊന്നുമില്ല, സിനിമയെ പറ്റി ആലോചിക്കുന്നൊന്നുമില്ല, വെറുതെ എങ്ങനെ ചിന്തിച്ചതാ. അതിൽ നിന്ന് ഇങ്ങനെ ഒരു കോമഡി പോലെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് പോലെ ആയിരുന്നു അല്ലേ, പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്ത് വരുത്തിയ പോലെ ആയിപ്പോയി. ഇന്നിപ്പോ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു കോൾ ആരുടെയാ? അത് പറയാൻ പറ്റില്ല, പിന്നെ അത് വർക്കാവൂല. ഓ അബ്ബിയാ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. ഈ ടാൻ ലൈൻസ് എവിടെയാ കാണാൻ കിട്ടുക? ഇതൊക്കെ എന്തിനാ ഇന്റർവ്യൂല് ചോദിക്കുന്നത്? അല്ല, ഞാൻ ടാൻ ലൈൻസ് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആനന്ദം, അടികപ്പിയരെ, കൂട്ടമണിയൊക്കെയാണ് റോഷന്റെ ആദ്യത്തെ വർക്ക് എന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് ടാൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്റർവ്യൂവിന് തലേന്നിരുന്ന് വിക്കിപീഡിയ വായിച്ച ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചല്ല, അത് വേറൊരാൾ പറഞ്ഞു കേട്ടതാ. വിക്കിപീഡിയ ലാസ്റ്റ് നോക്കിയാ. ഇത് യൂട്യൂബിലുണ്ട് ഈ സാധനം. ആണോ? എനിക്ക് ഭയങ്കര സ്പെഷ്യൽ പ്രോജക്റ്റാ അത്. ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് അപ്പോഴാണ്. സിനിമയാണോ? ഒരു ഷോർട്ട് സീരീസ്. ഓരോ എപ്പിസോഡും എനിക്ക് ഒന്ന്
12 മിനിറ്റ് മൊത്തം അങ്ങനെ എന്തോ ഉള്ളു. രേഖാചിത്രം. ഈ രേഖാചിത്രത്തിലുണ്ടല്ലോ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് തിയേറ്ററിലിരുന്ന് നമ്മൾ കാണുന്ന ഈ രേഖേനെ ഇനിയിപ്പോ പറയാലോ, എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ, കൊന്നു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടമില്ലേ, ഈ സൈക്കോപാത്ത് നോട്ടം എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് അത്രയും നേരം കണ്ട ഒരു പുഷ്പമല്ല, ഭയങ്കര ഒരു ചില്ലിങ് മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, സൈക്കോപാത്ത് നോട്ടമായിരുന്നു. ആ നോട്ടം അത് ഡയറക്ടർ പറഞ്ഞു നോക്കിപ്പിച്ചാണോ, അത് വാസ് ഇറ്റ് യുവർ കോൺട്രിബ്യൂഷൻ? അല്ല ഈ കറക്റ്റ് നിങ്ങളുടെ ആ ഒരു ക്രൂവൽറ്റി ഉണ്ടല്ലോ, ഒരു പ്യുവർ ഈവിൾ സാധനം വരണമെന്ന് പറഞ്ഞു നോക്കിച്ചതാണോ എന്ന്? അത് ആ സീൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ സ്ക്രിപ്റ്റില് അധികം വർക്ക് ഇല്ലായിരുന്നു ആ സീനിൽ. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് മാത്രമായിട്ട് കൂടുതൽ പോയിരുന്നത്. പിന്നെ കൊറിയോഗ്രാഫിയും പിന്നെ കുറച്ച് ഡയലോഗ് പരിപാടിയെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴാണ് വന്നത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ രാവിലെ 3 മണിക്കാണ്. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ കെയോസിൽ വരുന്ന ആ ക്രിയേറ്റിവിറ്റിയിൽ വന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളിത് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ നൈറ്റ് ഷൂട്ട് ആയിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയിരിക്കുമ്പോൾ സെറീനെ വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കും. അപ്പൊ നോട്ടം വരുന്നത് അല്ലേ? അല്ല അല്ല അത് ഭയങ്കര സംഭവമായിരുന്നു. അത് ഞാനും തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ അടിപൊളി എന്ന് വിചാരിച്ചൊരു ഷോട്ടായിരുന്നു. അപ്പൊ അത് ഇൻവോൾവ് ആയിട്ടുള്ള നോട്ടാണ് സൈക്കോപാത്ത് നോട്ടം. പക്ഷെ വെറുതെ പറഞ്ഞാണ്. പക്ഷെ ദാറ്റ് വാസ് റിയലി നൈസ് കേട്ടോ. നമ്മൾ ഒരു മൂവിയിൽ അത്രയും ചെറിയ ഇതിൽ വന്നിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാക്കി പോവാന്ന് പറയുന്നത്, അത് തിയേറ്ററിൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടായിരുന്ന ഒരു സീനായിരുന്നു. ദാറ്റ് വാസ് റിയലി നൈസ്. ഈ പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ റീൽസിൽ ഭയങ്കരമായിട്ട് മറ്റേ മോട്ടിവേഷൻ സാധനം നടക്കണ്ടല്ലോ. പൊന്മാൻ ഇറങ്ങി OTT-ലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് മോട്ടിവേഷൻ സംഭവം നടക്കണ്ടല്ലോ. നിങ്ങളുടെ ഒരു ഇരിപ്പൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ, നിങ്ങൾ വൻ കാര്യമായിട്ട് പാർട്ടി തന്നെ മരിച്ചിടാന്നൊക്കെ പറയുമ്പോ പുള്ളി പറയുന്ന ഒരു ഒറ്റ ലെങ്ത് സാധനം. ഇത് നമുക്ക് കാണുമ്പോ തിയേറ്ററിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും OTT-ൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് നേരിട്ട് കിട്ടിയ ആളായിരുന്നല്ലോ. ഹൗ വാസ് ഇറ്റ്? അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറ്റ ടേക്കിൽ തന്നെയാണ് പുള്ളി ഫുള്ള് പറഞ്ഞേക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ കട്ട്സ് ഇതിൻ്റെ അകത്ത് സിനിമയ്ക്കകത്ത് എൻ്റെ കട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ എല്ലാം അത് ഒറ്റ ഷോട്ടായിരുന്നു എടുത്തത്. അപ്പോൾ അത് നമ്മൾ നേരിട്ടിരുന്ന് കാണുകയാണല്ലോ. അപ്പോഴേ നമുക്കിത് അറിയായിരുന്നു, ഇത് ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടാൻ പോകുന്ന ഒരു സീൻ തന്നെ ആയിരിക്കും. ആ ഒരു മോണോലോഗ് പരിപാടി ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടുന്ന. ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞോട്ട് ഞാൻ പറഞ്ഞു ബേസിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇത് റീൽസിൽ ഓടും കുറേ എന്ന് പറഞ്ഞു. അത് ഒബ്വിയസ്ലി അത് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഭയങ്കര സാധനമായിരുന്നു. അന്ന് ഞാൻ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പടം ഇറങ്ങിയ ശേഷം ഇടാൻ വേണ്ടി. അന്നൊരു പുള്ളി ക്യാമറയെ നോക്കി ഇങ്ങനെ ഡയലോഗ് പറയുന്ന സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ ഫേസിലേക്ക് വരുന്ന നോട്ടം അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. പുള്ളി അത് ഇന്റേണലി ആ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ നമുക്ക്, പുള്ളി അല്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല, പുള്ളി ഇന്റേണലി അത് പ്രോസസ്സ് ചെയ്ത് അവിടെ വന്ന് ചെയ്യുന്നത് നമുക്ക് കണ്ട് ആ ഒരു സംഭവം ഉണ്ടാവുന്നത് കണ്ടോണ്ടിരിക്കാൻ അതിന്റെ ഒരു പ്രോസസ്സ് കണ്ടോണ്ടിരിക്കാൻ രസമായിരുന്നു അല്ലേ? ഈ പ്രാരാബ്ദം പിടിച്ച ആങ്ങള സാധനം ഉണ്ടല്ലോ, ഇപ്പൊ സ്ക്രിപ്റ്റ് വരുമ്പോ ഇനി ഞാൻ അങ്ങനത്തെ സാധനം ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അങ്ങനെ തീരുമാനം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. വരുന്നതൊക്കെ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ, നല്ലത് നോക്കി ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് ആദ്യം ആരെടുത്തെന്നാ ഇത് കേട്ടത്, ഇത് ഇങ്ങനെ ഒരു പേര് വീണിട്ടുണ്ട് കിട്ടോന്ന്? അത് എനിക്കറിഞ്ഞൂടാ, അത് ഏതോ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തോന്ന് ഞാൻ കണ്ടെന്ന് തോന്നുന്നു. പ്രാരാബ്ദം ആങ്ങള ഗതികെട്ട ആങ്ങള സ്റ്റാർ എന്നു അല്ല, അത് കുറെ ആൾക്കാർ പറയാൻ. പക്ഷെ 2 സിനിമയിലല്ലേ ഉള്ളൂ, ജയ ഹേലും പൊന്മാനിലും അല്ലേ? അത് മാത്രമേ ഉള്ളൂ. രണ്ടും അത്രയും രജിസ്റ്റർ ആയ സാധനം. ഇങ്ങനെ ആലോചിക്കുന്നു, എന്റെ ആദ്യത്തെ സിനിമ സംഭവിച്ചത് 2016-ലാണ്. അപ്പൊ അടുത്ത വർഷം ആകുമ്പോ എന്റെയും 10 വർഷം. എപ്പോഴാണ് ഞാനും പെട്ടെന്ന് റിയലൈസ് ചെയ്ത് 10 ആവാറായല്ലോ എന്നൊക്കെയുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ കിട്ടിയ ഒരു 2 എന്തോ പ്രമുഖമായ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച ക്യാരക്ടേഴ്സ് ജയ്ഹയും പൊന്മാനുമാണ്. അപ്പൊ അതിൽ 2ലും ആങ്ങളായി പോയി. അതുകൊണ്ട് ഫസ്റ്റ് ഫാമിലി മാൻ ഇല്ലേ? 2019 6 years. കുറച്ച് സമയം യങ് ജൂനിയർ അല്ലേ കമ്പാരിറ്റീവ്ലി? ഇങ്ങനെ നോക്കും. ഇനിയിപ്പോ നമുക്ക് ഇത്തിരി നേരത്തെ കുറിച്ച് സംസാരിക്കാം. ഇത്തിരി നേരം വന്നപ്പോഴേ വാട്ട് ഈസ് യുവർ ക്യാച്ച് ഇൻ ദിസ്? എന്റെയോ? എന്റെ ക്യാച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമ്മാ ഇരുന്ന് തന്നെ ഇങ്ങനെ വിളിക്കുന്നു, ഒരു സിനിമ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു ചെറിയൊരു എൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ എന്നിട്ട് ആ കഥ പറഞ്ഞപ്പോഴത്തേക്കും ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് തോന്നി. നമുക്കറിയാവുന്ന ഒരു കുറേ ആൾക്കാരുടെ ഒരു മാനറിസമൊക്കെ ഉള്ള ക്യാരക്ടറാണെന്ന് തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ, ഇങ്ങനെ ചെറിയ ചൊറിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. പിന്നെ നമ്മളെ വിളിച്ചല്ലോ,
അത് തന്നെയാണ്. അത് തന്നെ വലിയ അത് സന്തോഷം. തന്നെ വലിയ സന്തോഷം. നമുക്കിങ്ങനെ ചൂസ് ചെയ്യേണ്ട പരിപാടി എന്താണ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാം എന്നേ ഉള്ളൂ. പറയൂ, അഞ്ജന പറയൂ. കുറച്ചുകൂടെ ലൈറ്റ് സോണിലുള്ള ഒരു പടവും പരിപാടിയാണെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് അതെന്നെ ആകർഷിച്ചിരുന്നു. അത് ചെയ്യാനും ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എക്സ്പ്ലോർ ചെയ്യാനും. പിന്നെ കോ ആക്ടേഴ്സിൻ്റെ ഇത് ആരൊക്കെയാണ് ചെയ്യുന്നത് കേട്ടപ്പോഴും ഹാപ്പി ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത് നല്ലൊരു അവസരമാണല്ലോ, അത് വല്ലപ്പോഴും ലൈഫിൽ വരുന്നൊരു അവസരമാണ്. അപ്പോൾ ഹൂ ഈസ് യുവർ ഫ്രണ്ട് ഇൻ ദിസ്? ഇപ്പൊ രണ്ടുപേരാണ്. ഇപ്പൊ രണ്ടുപേരുണ്ട് ഫ്രണ്ട്സ്. അല്ല, അപ്പൊ നേരത്തെ നിങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. പിന്നെ സെയിം ചെന്നൈയിൽ നമ്മൾ ഒരുമിച്ച് തിയേറ്ററൊക്കെ ചെയ്യുമായിരുന്നു. ഒരിക്കലും നമ്മുടെ പാത്ത് ഏറ്റുമുട്ടിയില്ല, പക്ഷെ സെയിം സർക്കിളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് ചെന്നൈ തിയേറ്റർ സർക്കിൾ അത്യാവശ്യം ചെറുതാ. അപ്പൊ ഒരേ സമയത്ത് അറിയായിരുന്നു എല്ലാവർക്കും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ആട്ടം കാണുമ്പോൾ ഉണ്ടല്ലോ, ആട്ടം കാണുമ്പോൾ നമുക്ക്, അതായത് കണ്ടിരുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ആസ് എ വുമൺ നമുക്ക് അത് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് തോന്നും. നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും അത് കണ്ടിറങ്ങുന്ന സമയത്ത്. കുറേ നേരത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോവില്ല. എന്നാലും അത് എന്തായിരിക്കും, കൂടെയുള്ളവർ തന്നെയല്ലേ, ഇങ്ങനെ ഭയങ്കര തോട്ട്സ് വരും. നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യും. വാട്ട് വാസ് യുവർ ഫീൽ അത് ചെയ്തിറങ്ങുമ്പോൾ? ആ സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണല്ലോ, അഞ്ജലിയുടെ ഉള്ളിൽ നിന്ന് പോകണല്ലോ. വാട്ട് ഇസ് ഇറ്റ്? അത് നമ്മളത് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാറില്ല. ഇപ്പോൾ ഈ ഷോട്ട് അതൊരു ജോലി പോലെയാണ് ഞാൻ കാണുന്നത്. ഈ ജോലി എങ്ങനെയെങ്കിലും തീർത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. കാരണം കുറേ ഇങ്ങനെ ടേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും ഒരു ക്ഷീണവും മടുപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് കുറേ പെൺകുട്ടികൾ എന്നോട് വന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അവർ റിലേറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയാം. പക്ഷേ നമ്മുടെ സിനിമ ഓഡിയൻസിലേക്ക് അത് എത്തി അത് റിലേറ്റബിൾ ആവുന്ന ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് കുറച്ചൊരു ബിറ്റർ സ്വീറ്റ് ഫീലിംഗ് ആയിരുന്നു. രണ്ടും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ അല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഈ ഇത്തിരി നേരത്തിന്റെ പാട്ടാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. അതായത് നമ്മൾ ഓഡിയൻസിന് കാണാൻ കിട്ടിയേക്കുന്ന ഒരു ചെറിയ പാട്ടാണ്. പാട്ട് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഈ പാട്ടിന്റെ താഴ്ത്തു വന്നിട്ടുള്ള കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നോക്കിയില്ല. കമന്റ്സ് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അതായത് ഈ റോഷൻ റൊമാൻസ് ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പല രീതിയിൽ ആളുകൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ചില ആളുകൾക്ക് അയ്യോ ഐ ഹാവ് എ ഹ്യൂജ് ക്രഷ് ഓൺ ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ മെസ്സേജസ് ഉണ്ട്. പുള്ളി റൊമാൻസ് ചെയ്യുന്നതാണ് ഭയങ്കര ഭംഗിയാട്ടോ. ഡു യു ഗെറ്റ് സച്ച് മെസ്സേജസ്? അല്ല, അങ്ങനെ പേഴ്സണലി മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ തിരിച്ച് റിപ്ലൈ കൊടുക്കും? അതായത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ വരുന്ന മെസ്സേജസിനൊക്കെ തിരിച്ച് റിപ്ലൈ കൊടുക്കും? അങ്ങനെ ഏറ്റവും കൂടുതൽ മറുപടി കൊടുക്കുന്നത് ആക്ച്വലി, പക്ഷെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിരുന്നു, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ റിപ്ലൈ കൊടുക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ ഞാൻ പണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ഹോളിവുഡിലുള്ളവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു അല്ലേ? അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അല്ലേ, വേറെ മറ്റേ ഏതോ ഭയങ്കര വലിയൊരു സ്റ്റാറിന് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ആ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ തോന്നുന്നു നീ ആരാണ്. അപ്പൊ എനിക്ക് എപ്പോഴും അതൊരു ഇതാണ്, എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് ഒരു അഭിപ്രായം നേരിട്ട് എനിക്ക് ഇന്ന ആളുടെ അടുത്ത് പറയണോ എന്നുള്ള തോന്നല് എനിക്ക് അതൊരു കോൺവെർസേഷൻ ആക്കാൻ എനിക്ക് താല്പര്യമാണ്. അങ്ങനെ കിട്ടിയ കമന്റ്സില് ഇപ്പൊ ചില കമന്റ്സ് നമ്മൾ മറക്കില്ലല്ലോ. അതായത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത സാധനങ്ങൾ ഉണ്ടാവില്ലോ, ചില മെസ്സേജസ്, ചില ആളുകളുടെ ചില റിവ്യൂസ്. അങ്ങനെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അത് വെർച്വൽ അല്ലാത്ത ഒരെണ്ണം പറയാം. ഞങ്ങള് റോന്തിന്റെ ഒരു ഷോ കാണാൻ തൃശ്ശൂർ രാഗത്തിൽ പോയി. അപ്പോൾ അവിടെ റിലീസായതിൻ്റെ അന്ന് രാത്രി തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറച്ച് പിറ്റേന്ന് രാത്രി കുറച്ച് തിരക്കും ബഹളമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആൾക്കാരുടെ ഇടയിലൊക്കെ നിന്നിട്ട് ഒത്തിരി പേര് പടത്തിനെ പറ്റി പറയുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ആരും എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിത് കഴിഞ്ഞ് വേറൊരു തിയേറ്റർ വിസിറ്റ് ഉള്ളതുകൊണ്ട് പ്രൊഡക്ഷനിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ വലിച്ചു. ഞാൻ ആ വലിയുടെ കൂടെ അങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടീമിലുള്ള ആരുമല്ല, പക്ഷെ പിടുത്തം നല്ല സ്ട്രോങ് പിടുത്തം. അപ്പം ഞാൻ അതിലൂടെ കുറച്ച് പേര് പോയിട്ട് ചേട്ടാ പുള്ളി നിന്നിട്ട് ഭയങ്കര ഇഷ്ടമായ പടം എന്ന് പറഞ്ഞിട്ട് തോളത്ത് കയറ്റും. പുള്ളിക്ക് മീശയുണ്ട്, പോലീസ് കട്ടുമുണ്ട്. പുള്ളി നമ്മുടെ കഥയാട്ടോ, ഞങ്ങളൊക്കെ പോലീസ് ഡ്രൈവർമാരാണെന്ന് പറഞ്ഞു. 3-4 പേരുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് അവരോട് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്. ഇതിപ്പോ ഈ റോന്ത് കഴിഞ്ഞതിന് ശേഷം ഈ പോലീസുകാരെന്ന് പറയുമ്പോൾ നമ്മള് ഒരിക്കലും ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത ആൾക്കാരാണ് ഇവര്. മോർ ദൻ ഹ്യൂമൻ ബീങ് എന്തോ ഒരാൾക്കാരാണെന്നാണ് നമ്മുടെ പ്രൊട്ടക്ടേഴ്സ് ആണല്ലോ ഒരു ബേസിക്കലി, നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ടേഴ്സ്. ആ സാധനം മാറിയോ? യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പോലീസ് ആളുകൾ മാറിയിട്ടുണ്ടോ?
ഇപ്പൊ ഈ പോലീസ് വണ്ടി കാണുമ്പോഴത്തേക്കിനും ഈ വണ്ടി ഇതിനകത്ത് ഭയങ്കര വലിയൊരു അതെ factor ആയിരുന്നു. നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണല്ലോ ഫുൾ ടൈം. അപ്പൊ ഈ പോലീസ് വണ്ടി ഇപ്പൊ എവിടെ കണ്ടാലും ഞാൻ അതിന്റെ നമ്മുടെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിനകത്ത് വ്യത്യാസം, അതൊരു മാറ്റി ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെ ഇത് കുറച്ചുകൂടെ പൊളിയാണല്ലോ ഈ വണ്ടി, അങ്ങനെ നോക്കും. സ്വന്തം വണ്ടി നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു വണ്ടി നോക്കുന്ന പോലെ അതിന്റെ ഏറ്റവും ബേസിക് വ്യത്യാസം അവിടെ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇവർ കുറച്ചും കൂടി ഹ്യൂമൻ ആയിട്ടുണ്ട്. ഞാനിപ്പോ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് പണ്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു മൊത്തം ഇത്രയും പ്രശ്നമായത് ഇവർ ശരിക്കും ചെയ്യാത്തത് കൊണ്ടായിരുന്നൊക്കെയാണ്. ഇപ്പൊ എനിക്ക് ഇത്രയും തിരക്കിന്റെ നടുക്ക് നിൽക്കുന്നത് എന്തൊരു ടോർച്ചർ ആയിരിക്കുമല്ലേ, ആ തോട്ട് പോകുന്നുണ്ട് കുറച്ചും കൂടെ. തിരിച്ചിതുപോലെ പോലീസ് എനിക്ക് കഴിഞ്ഞ ദിവസം കടവന്ത്ര അടുത്ത് വെച്ചിട്ട് ഞാൻ രാത്രി ഒരു ഫ്രണ്ടിനെ എടുത്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ വിൻഡോ റോൾ ഡൗൺ ചെയ്തപ്പോൾ ഒരു SI ആണ് ആദ്യം വന്ന് നോക്കി ചിരിച്ചിട്ട് റോന്തായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവിടുന്ന് ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇടയ്ക്ക് കിട്ടും. ഇപ്പൊ റോന്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്ത് കഥ നറേറ്റ് ചെയ്തത് വാസ് യു എന്ന്. അപ്പോൾ ഈ കഥ നറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് വേറെ ഒരു സാധനമാണല്ലോ. അതായത് നമുക്ക് തീരെ കഥ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി വേറൊരു കഴിവാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആ പരിപാടിക്ക് ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടോ? അല്ലെ, അത് കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഷാഹി കപൂർ പറഞ്ഞു നീ പറഞ്ഞ കഥ വേറെയാണ്, നമ്മൾ എടുത്ത കഥ വേറെയാണ്, പക്ഷെ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അതാണ് അതുകൊണ്ട് വലിയ കോൺഫിഡൻസ് വന്നു പറയാൻ പറ്റില്ല. ഞാനൊരു തട്ടിക്കൂട്ട് കഥയാണ് അവിടെ പറഞ്ഞത്. ഈ കഥയല്ലേ പറഞ്ഞത്? അതില് റോന്ത് വന്നു പോയിട്ടുണ്ട്, പക്ഷെ ഈ സെറിൻ നസറിൻ പോലെയൊക്കെ എവിടേക്കോ ഉണ്ട് അല്ലെ, എവിടേക്കോ റോന്നുണ്ട്, പക്ഷെ എവിടെയോ നമ്മുടെ സിനിമ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അവര് സമ്മതിച്ചത് ഭയങ്കര ഭാഗ്യം എന്നുള്ളത് കാണുന്നതല്ലാതെ ഒരു കോൺഫിഡൻസ് അല്ലെ, ആ ലൈനാണെന്ന്. ഇപ്പൊ റോന്തിന്റെ സമയത്ത് റോന്ത് സ്ക്രിപ്റ്റ് ആദ്യം വന്ന് ഷാഹി വന്ന് നറേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദി മൂവി അറ്റ് ഓൾ, ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ അത് സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടാണ്, അത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ മിസ്റ്റേക്ക് നറേഷന്റെ സമയത്ത് രണ്ട് രീതിയിൽ സംഭവിക്കുമല്ലോ. അതായത് ചിലപ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ടാവും, പക്ഷെ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ അത്ര ഉണ്ടാവില്ല. നേരെ തിരിച്ച് സംഭവിക്കാം. നറേറ്റ് ചെയ്തപ്പോൾ യു ഡിഡ്ന്റ് ലൈക്ക്, യു സെഡ് നോ, പക്ഷെ തിയേറ്ററിൽ പിന്നീട് ഇത് കണ്ടപ്പോൾ വൻ സംഭവമായി മാറിയിട്ടുണ്ട്. ഹാസ് ദാറ്റ് എവർ ഹാപ്പൻഡ്? ആക്ച്വലി ഷാഹിയുടെ ഫസ്റ്റ് നറേഷനിൽ എക്സാക്ട്ലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഷാഹി പറഞ്ഞതിനകത്ത് എന്തോ ഒരു രസമുള്ളൊരു പരിപാടി ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഭയങ്കര രസമുള്ളൊരു ഫീലിംഗും ഉണ്ട് ഷാഹി പറഞ്ഞ് നിർത്തിയപ്പോൾ. പക്ഷെ ഈ മൊത്തം ഒരു 15-20 മിനിറ്റിൽ ഇത് തീർന്നു. അപ്പോൾ കണക്ഷൻ ഇല്ലായ്മ എനിക്ക് തോന്നുന്നതാണോ അതോ ഇതൊക്കെ ശരിക്കും ഉണ്ടോ, അല്ലെ ഇതിൽ എന്താ ശരിക്കും എന്നോട് ആണോ കഥ കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്തായിരുന്നു കഥ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ എന്തോ ഉണ്ടെന്നും എനിക്കറിയാം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എനിക്കൊന്ന് വായിക്കാൻ തരാമോ എന്നുള്ളത് ഞാൻ ചോദിച്ചത്. ഷാഹി വിചാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂവിലും ഷാഹി പറഞ്ഞു, ഇപ്പോഴും പറയുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വായിക്കാൻ ചോദിച്ചത് ആക്ച്വലി. അത് പക്ഷെ ചോദ്യം ഇതുപോലെ നമ്മൾ കഥ കേട്ടിട്ട് കഥ ചിലപ്പോൾ നറേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ യു, പക്ഷെ പിന്നീട് ഈ സാധനം സിനിമയായി തിയേറ്ററിൽ കണ്ടപ്പോൾ മാൻ ഇത് നല്ലതാണല്ലോ എന്ന് തോന്നിയ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ആ സിനിമയിൽ ഞാനില്ലായിരുന്നു. ഞാനത് കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞോണ്ട് വിട്ടുപോയി. പിന്നെ കണ്ടപ്പോ ഇതായിരുന്നല്ലേ പറഞ്ഞ കഥ. പല സിനിമകളും അങ്ങനെ എല്ലാം നറേഷനിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. ആ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് ഹൗ ഡു യു ഗൈസ് ജഡ്ജ് ഇങ്ങനെ ഒരു ഇതിപ്പോ എന്തായാലും ഒരാളുടെ കഥ പറയൽ സ്കില്ലിൽ ഇരിക്കുമല്ലോ, അപ്പൊ എങ്ങനെയാ നിങ്ങൾ ജഡ്ജ് ചെയ്യത്? നേരത്തെ റോഷൻ പറഞ്ഞ അവരുമായിട്ടുള്ള വൈബ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഒക്കെ നമുക്കുണ്ടാവില്ല. ജഡ്ജ്മെന്റ് എന്നല്ല അല്ലേ, അതൊക്കെ തോന്നുമല്ലോ ശരിക്കും. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ, അപ്പൊ തോന്നുന്നൊരു ഗട്ട് ഫീലിൽ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അത് ഒരു ട്രസ്റ്റും ഒക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രേഖാചിത്രം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതിന് സെറിൻ ഭയങ്കര ഈസിലി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഓക്കെ, ഇപ്പൊ സെറിന്റെ നോർമൽ സ്കിൻ ടോണിലല്ല ആ ക്യാരക്ടർ നിൽക്കുന്നത്. എന്നാൽ സെറിനെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന എനിക്ക് പോലും വളരെ പെട്ടെന്ന് അത് വളരെ വിശ്വസനീയമായി. അത് സെറിന്റെ പെർഫോമൻസ് ഒക്കെ അതിൽ വലിയ ഫാക്ടറാണ്. പക്ഷെ ആ പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. AI മമ്മൂക്ക വരും,
പിന്നെ ഫ്ലാഷ് ബാക്കിൽ ഇന്ന ഒരു ആക്ടർ ഈ പരിപാടി ചെയ്യും, പിന്നെ അവരെ നമ്മൾ ഈ ഏജിൽ ഇവിടെ അവസാനം കൊണ്ട് കാണിക്കും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു വിശ്വാസവും കൂടെ തോന്നണം ഈ പറയുന്ന ആൾക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും അതിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അതാണ് ഈ വൈബ് എന്ന് നമ്മൾ അതാണ് ആ ഒരു ട്രസ്റ്റ് തോന്നണം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇത് എന്നുള്ളത് തോന്നാൻ. അത് മിസ്സായി പോകുമ്പോൾ അപ്പൊ അങ്ങനെ മിസ്സായി പോയാലേ ഇത് സിനിമയായിട്ട് ഇതുപോലെ കാണുമ്പോൾ പക്ഷെ വി ആർ നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോൾ യു ഫീൽ ബാഡ് അല്ലെങ്കിൽ യു റിഗ്രറ്റ്? മോർ ദൻ റിഗ്രറ്റ് അബൌട്ട് ദാറ്റ് വൺ പ്രോജക്റ്റ്. പേടി തോന്നുന്നത് എന്തിലാണെന്ന് വെച്ചാൽ അപ്പൊ എന്റെ ഡിസിഷൻ മേക്കിംഗ് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് കൻ ഹാപ്പൻ അഗൈൻ. അതേ ഉള്ളൂ. അല്ലാതെ ആ ഒരു സിനിമ അങ്ങനെ പലതും വന്നു പോവും. ചിലതൊക്കെ വർക്കൗട്ട് ആവുന്നതും ഭയങ്കര ലക്കിന്റെ പേരിലാണല്ലോ. നമ്മൾ ഈ പടത്തിലേക്ക് ഇപ്പൊ ഈ ഇത്തിരി നേരം ആദ്യം പിച്ച് ചെയ്യുമ്പോൾ അതിൽ സെറിന് ഉണ്ടായിരുന്നില്ല, വേറൊരു ആക്ടർ ആയിരുന്നു. പിന്നെ ആ പടം അതിൻ്റെതായിട്ടുള്ള സമയം എടുത്തപ്പോൾ ഇവൻച്വലി ദാറ്റ് ആക്ടർ ഗോട്ട് റീപ്ലേസ്ഡ് വിത്ത് സെറിൻ, വിച്ച് അത് പടത്തിന് നല്ലതേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ കുറെയൊക്കെ അങ്ങനെ വരും പോവാതെ നമുക്ക് ഇതുവരെ നമ്മുടെ ഡെസിഷൻ മേക്കിംഗ് പരിപാടി അപ്പൊ കുറച്ച് പാടുന്നുണ്ടല്ലേ എന്നുള്ളതിലാണ് പേടി തോന്നുന്നത്. സിനിമ പോയതിനല്ലാന്ന് നമ്മുടെ ഡിസിഷൻ ആ ജഡ്ജ്മെന്റിൽ എന്തോ പ്രശ്നമുണ്ട്. കുറച്ചേരം കൊണ്ട് ശരിയായി. അപ്പം ഈ അത് സെറ്റ് ആയിക്കൊള്ളുന്നത്. അനീഷിന്റെ പ്രത്യേകത എന്തായിരുന്നു ഇത്തിരി നേരത്തില്? അനീഷ് വളരെ സാധാരണ മനുഷ്യനാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് അങ്ങനെ സാധാരണക്കാരെ ഒന്നും കിട്ടിയിട്ടില്ല സത്യം. ഒരു ചെറിയ പ്രണയവും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥയും വെരി ഓർഡിനറി ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ എനിക്ക് അതിന്റെ ലൈറ്റ്നെസ് ഭയങ്കര വർക്കായി. പിന്നെ എനിക്ക് ഈ ആൾക്കാർ ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നി. ഇതിന്റെ മേക്കേഴ്സ്, ജിയോ ചേട്ടൻ ഇൻക്ലൂഡഡ്, പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, മൊത്തത്തിൽ ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഒരു നല്ല സിനിമ ചെയ്ത് വെക്കാം എന്നുള്ളൊരു മൈൻഡിൽ മാത്രം വന്ന കുറച്ച് ആൾക്കാരായിട്ട് തോന്നി. വെരി നോർമൽ സിനിമ, വെരി സട്ടിൽ ആയിട്ട് പോകുന്ന കുഞ്ഞു സിനിമ, അതാണോ? ഒരു കുഞ്ഞു സിനിമയാണ്. വെരി നോർമൽ സിനിമ എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പോസ്റ്റേഴ്സ് കാണുമ്പോഴും ഇതിന്റെ ടൈറ്റിൽ നിന്ന് ഇറങ്ങിയ പാട്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലൊരു ഇമേജ് ഉണ്ടാവുമല്ലോ. എനിക്കൊരു 96 ഫീൽ ഒക്കെയാണ് കിട്ടിയത്. ഞാനിപ്പോ എന്റെ ട്രെയിലറും ഒക്കെ കാണിച്ചു. എനിക്കിപ്പോ അങ്ങനത്തെ അതായത് ഒരു ഭയങ്കര പ്രണയം മോഡിൽ പോകുന്ന, പിന്നെ അതിന്റെ കണക്ഷനും ഒക്കെ അങ്ങനെയാണല്ലോ. ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ്, നമ്മൾ അങ്ങോട്ടാണല്ലോ കണക്ട് ചെയ്ത് പോവുക. അങ്ങനത്തെ ഒരു ഫീലിലേക്കൊക്കെയാണ് പോയത്. അപ്പൊ അതല്ല പടം. അങ്ങനെ വിചാരിച്ച് തന്നെയാണ് ആ ട്രെയിലർ ഇറക്കിയിട്ടുള്ളത്. കാണുമ്പോ ബാക്കി എന്തെങ്കിലും അതാണ് സാറേ ടിപ്സ് ഒന്നും അല്ല, കാണുമ്പോ എന്തെങ്കിലും വേണ്ട. വേറെ കഥയിലുള്ള കഥാപാത്രങ്ങൾ വരെ ഉദ്ദേശിച്ചത് അങ്ങോട്ട് തന്നെ പോണമെന്നാണ്, പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെ അതൊന്നല്ല. ഇതില് ഈ ട്രെയിലറും ടീച്ചറും കാണുമ്പോ അതില് മൈത്രേയൻ സാറിനെ കാണിക്കുന്നുണ്ട്. മൈത്രേയനുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പം ഹീസ് ആക്റ്റീവ്, അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ലെറ്റ് ഹിം കം ഓൺ ബോർഡ് എന്നുള്ളത് കൊണ്ടാണോ അതോ പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ഇത്തിരി നേരത്തിലൊരു ഇതുള്ളത് കൊണ്ടാണോ പുള്ളി വന്നത് അതിൻ്റെ അകത്ത്? രണ്ടും ഉണ്ടോ? അതെ അതെ. പുള്ളി പറയുന്ന കാര്യങ്ങൾ പടത്തിലൊരു ലെയർ പോലെ പിന്നീട് വരുന്നുണ്ടാവും. പിന്നെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് പരിപാടിയും കൂടെയാണത്. അനീഷ് എന്ത് ടൈപ്പ് ജേർണലിസ്റ്റ് ആണ്, അല്ലെ എന്ത് ടൈപ്പ് ആളാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സീക്വൻസിലൂടെ. അതുകൊണ്ടും കൂടെ അപ്പൊ യു ആർ ആൻ ആങ്കർ ഇൻ ദാറ്റ്, അങ്ങനെയാണോ അല്ലേ? അത് ടിവിയിലാണോ അതോ ഇതുപോലെ ചാനലിലാണോ? ഇങ്ങനെ ഒരു ഓൺലൈൻ മീഡിയ പോഡ്കാസ്റ്റ് ടൈപ്പ് പരിപാടിയാണ്, ടിവി ചാനലല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിൽ ഈ ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് അല്ലെന്നാണ് എന്റെ കഥ അവിടൊന്നും അല്ല, കഥ യാതൊരു ബന്ധമില്ല. ഈ ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് ലവിന് ഒരു സെക്കൻഡ് ചാൻസിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പേഴ്സണലി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? കാരണം എല്ലാവർക്കും ഓഫ് കോഴ്സ് എവരിബഡി ഹാസ് എ ഫസ്റ്റ് ലവ് അല്ലേ? അപ്പോ എന്താ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? അല്ല, ഈ ഫസ്റ്റ് ലവിന് ഈ പറയുന്ന പോലെ സെക്കൻഡ് ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായി, അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആലോചിക്കും അത് എന്തുകൊണ്ടാണ് പോയത്, ആലോചിച്ച് നമ്മുടെ ഭാഗത്താണോ തെറ്റ്, അവരുടെ ഭാഗത്താണോ, അത് ഇനി ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആലോചനകളുണ്ടല്ലോ. ചിലതൊക്കെ പോകുന്നതാണ് നല്ലത്, ചിലതൊക്കെ പോകുന്നത് തന്നെയാണ് നല്ലത്. അത് അങ്ങനെ അല്ലേ? അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ പ്രശ്നം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള പരിപാടിയും കൂടെ വേണം എൻ്റെ അകത്ത്. അതേ ഉള്ളൂ. സെക്കൻഡ് ചാൻസ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പോസിബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പിൽ സെക്കൻഡ് ചാൻസ് നല്ലതാണ്. എനിക്ക് അതിലൊരു കൗതുക ആംഗിൾ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ചുമ്മാ ആലോചിക്കൂലേ, അതായത് ഒരു 3 അല്ലെങ്കിൽ 10 വർഷം 15 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം
ആ സമയത്ത് ഇന്നത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അങ്ങനെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ആ രീതിയിലൊരു ക്യൂരിയോസിറ്റി പീക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ആണത്. അത് നിങ്ങളുടെ മറ്റേ ആദ്യത്തെ റിലേഷൻഷിപ്പാണ്, പക്ഷെ ഇന്നത്തെ ആളാണ്. ആസ് എൻ ഇൻഡിവിജ്വൽ ഇന്നത്തെ തോട്ട്സ് ഉള്ള ഈ മനുഷ്യനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറും, ഞാൻ എന്തൊക്കെ വേറെ രീതിയിൽ ചെയ്തേനെ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയായാലും എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് തോട്ടാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ. നമ്മൾ ഭയങ്കര ഹൈപ്പത്തറ്റിക്കൽ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ നൈസ് തോട്ടാണ്. വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ദാറ്റ്? പ്രണയം സഫലമായി, ഇപ്പൊ അതിൽ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരാളെന്ന രീതിയിൽ. അതെന്താ അങ്ങനെ അവളോട് മാത്രം പറഞ്ഞു? നമ്മളെ പ്രണയമൊന്നും സഫലമായില്ലെന്നാണോ പറയുന്നത്? ബാക്കിയുള്ളവരുടെ നിങ്ങളൊന്നും പബ്ലിക് ആയിട്ടില്ലല്ലോ, ഞാനിനി അത് പബ്ലിക് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പറഞ്ഞോളൂ പറയണോ? യു വോണ്ട് സർ പ്ലീസ് കണ്ടിന്യൂ എന്നൊക്കെ. ഈ റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും അതിലെന്തെങ്കിലും ടേക്ക് അവേസ് നമുക്കുണ്ടായിരിക്കും വ്യക്തിപരമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നെ ചിലപ്പോൾ ഞാനും ഇതുപോലെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇന്നത്തെ ഞാൻ എൻ്റെ ഈ മെച്യൂരിറ്റി ലെവലിൽ ആ സമയത്ത് എന്തൊക്കെ ചെയ്യുമായിരുന്നു, അത് വർക്ക്ഔട്ട് ആവുമായിരുന്നോ? അങ്ങനെയാണോ? ഇല്ല, വർക്ക്ഔട്ട് ആവുന്നതല്ല, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ, അതാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. മനസ്സിലായി. അതൊരു ക്യൂരിയോസിറ്റി ഉള്ള ഇതാണ്. ഇപ്പം സെറിന്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ചെയ്ത ക്യാരക്ടേഴ്സിലെല്ലാം ഒരു ഡെപ്ത് ഉണ്ടല്ലോ, കുറച്ചും. അതായത് അത്ര കളിച്ചിരിയുള്ള, അത്ര ജില്ലാത്ത ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിട്ടുള്ളത്, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള. ഈ വരുന്ന സ്ക്രിപ്റ്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇപ്പൊ വരുന്നതാണെങ്കിലും ഇത്തിരി ഡീപ്പ് ആയിട്ടുള്ള, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ സ്ക്രിപ്റ്റുകളാണ്? ഇല്ല, എല്ലാ ടൈപ്പ് വരുന്നുണ്ട്. ടച്ച് വുഡ്, എല്ലാ തരത്തിലുള്ള സ്ക്രിപ്റ്റും കഥകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു സിനിമ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നമ്മുടെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ നോട്ടാവുന്ന ആ ഒരു 2-3 മാസം കുറെ ആ സോണിൽ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ വേറെ ടൈപ്പും പിന്നെ വരും. ഈ റോഷ്നി ആണെങ്കിലും അങ്ങനെ ഭയങ്കര ജിൽജിലായിട്ട് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ ചത്തപ്പച്ച എന്തായി? അങ്ങനത്തെ ഒരു സാധനല്ലേ, ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു സാധനല്ലേ? ഫുൾ സെലിബ്രേഷൻ ആണ് ആ പടം. എന്തായി എന്നിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ്? കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്, ഒരു ഷെഡ്യൂൾ ബാക്കിയുണ്ട് ബേസിക്കലി. എപ്പോഴത്തേക്കാ അതിന്റെ റിലീസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ഏർലി നെക്സ്റ്റ് ഇയർ ആവാനാണ് 2026. അത്രയും നേരത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ആക്ടേഴ്സാണ്, ഒന്ന് ആലിയ ഭട്ടും ഒന്ന് ഷെഫാലി ഷായും. ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്ത ആളായിരുന്നല്ലോ. ഹൗ വാസ് ഇറ്റ്? അതായത് അവര് ഇൻ ആൻഡ് ഔട്ട്, അവരെ ആസ് എ പേഴ്സൺ എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് പീപ്പിൾ ഭയങ്കര നല്ല ആൾക്കാരാണ് രണ്ടുപേരും, ഭയങ്കര പ്രൊഫഷണൽ ആണ് രണ്ടാളും, 2 കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയിൽ. ഷെഫാലി കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടൊക്കെ വരുന്നതും പ്രിപ്പറേഷൻ പുറത്ത് കാണിക്കുന്നതുമായിട്ടുള്ള ഒരു ആക്ടറാണ്. നമുക്ക് കാണാം ആക്ടർ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആലിയയുടെ ലുക്കിലേക്ക് ചുമ്മാ ഇങ്ങനെ പറന്ന് നടക്കാണ്, ഒരു പ്രിപ്പറേഷനും ഇല്ല. പക്ഷെ ടേക്ക് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പുറകിൽ വർക്ക് നടന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ചുമ്മാ ഒരു സ്ഥലത്തിരുന്ന് ആലോചിക്കുന്നത് പോലെ ആവാം, പക്ഷെ വർക്ക് ഉണ്ട്. അത്രയും പ്രിസിഷൻ ഉണ്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിൽ. അതും ഫസ്റ്റ് ടേക്ക് മുതൽ ഏറ്റവും അവസാനം ഓക്കെ ആവുന്ന ടേക്ക് വരെ ആ പ്രിസിഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ ആ പടം ചെയ്യാനുള്ള ഏറ്റവും മെയിൻ കാരണം ഇവർ 3 പേരും കോൺസ്റ്റന്റ്ലി ഈ സിനിമ പോലെ തന്നെ 4 ക്യാരക്ടേഴ്സും ഒരുമിച്ചുള്ള സീൻസാണ് എനിക്ക് കൂടുതലും അതിലുണ്ടായിരുന്നത്. അപ്പം അത് ബാക്കിയുള്ള ആക്ടേഴ്സ് 3 പേരും, ഈവൻ വിജയ് ഇസ് എ ഗ്രേറ്റ് ആക്ടർ, അവരായിട്ട് വർക്ക് ദാറ്റ് മൂവി ഈസ് ബ്യൂട്ടിഫുൾ കേട്ടോ. നല്ല രസമുള്ള മൂവിയായിരുന്നു, കിടിലൻ മൂവിയായിരുന്നു. ഈ നിങ്ങൾ 3 പേരും ഡ്രാമയായിട്ട് ബന്ധമുള്ള, തിയേറ്ററുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ വാട്ട് ഇസ്, ഇപ്പോഴും അത് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വാട്ട് ഇസ് തിയേറ്റർ ഫോർ യു എന്ന് ചോദിച്ചാൽ എന്താ പറയാം? കമ്മ്യൂണിറ്റി, ഒരു നല്ല ഉത്തരം. കാരണം എന്താ വെച്ചാൽ I've heard her saying, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഹോബികളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ ഈ എനർജി എവിടെയെങ്കിലും കൊണ്ട് ഇടണല്ലോ, അത് എനിക്ക് അഭിനയമാണ് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. I've heard you saying. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അപ്പം ഈ അഭിനയം എന്ന് പറയുന്ന സാധനം സിനിമയിലല്ലാണ്ട് തിയേറ്ററിലാവുമ്പോൾ വാട്ട് ഇസ് ഇറ്റ് ഫോർ യു, വാട്ട് ഇസ് ഇറ്റ് ഡൂയിങ് ടു യു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബിലോങ്ങിങ് എന്ന് പറയാം. ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടെ എന്താണ്, സ്റ്റേജിൽ ഞാൻ ആരായി തീരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആ പ്രോസസ്സും ഇഷ്ടമായിരുന്നു. ഞാൻ സ്റ്റേജിൽ പോയി പിന്നെ ബാക്ക് സ്റ്റേജിൽ പോയി വർക്ക് ചെയ്യുന്നതും. തിയേറ്ററിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പണിയും നമ്മളാണല്ലോ ചെയ്യുന്നത്. നമ്മളാണ് സ്വന്തം കോസ്റ്റ്യൂം തേക്കുന്നതും ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ അത് വേറൊരു രസകരമായൊരു ലോകം തന്നെയാണ്. അപ്പോൾ ഐ ലൈക്ക് ഹു ഐ ആം മോർ
ഓൺ സ്റ്റേജ്. അത് ഈ ഇൻട്രോവേർട്സിന് പറ്റിയ പരിപാടിയാണ് തിയേറ്റർ എന്ന് പറയുന്നത്, കറക്റ്റ് ആണ്? ഇൻട്രോവേർട്സിന് എന്ത് ചെയ്യാവുന്നത്? എന്ത് ഞങ്ങൾ വലിയ പവർഫുൾ ആൾക്കാരാണെന്ന്. അങ്ങനെ യൂഷ്വലി ആളുകൾ പറയില്ല, ഈ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ. കാരണം അവർക്ക് എക്സ്പ്രസ് പല പല ക്യാരക്ടേഴ്സ് ജീവിക്കാനും ഇവര് റിയൽ ലൈഫിൽ ചെയ്യാത്ത പലതും ചെയ്യാൻ കിട്ടുന്ന ഒരു സ്റ്റേജ് ആണ് എന്നുള്ള ഒരു പോയിന്റിൽ പറയുമല്ലോ. ഞാൻ അത് ചോദിച്ചാൽ, ഞാൻ ഐ എം നോട്ട് എ തിയേറ്റർ പേഴ്സൺ, സോ ഐ ഡോണ്ട് നോ. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ അതിലൊരു ഫാക്ട് ഉണ്ടോന്ന്. അങ്ങനെയുണ്ടോ? പക്ഷേ ആക്ടിങ്ങിന് മാത്രല്ലേ, വേറൊരു പ്രൊഫഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ലൈക്ക് വേറൊരു വേറെ ക്യാരക്ടർ ചെയ്യുമ്പോ ആ ക്യാരക്ടറിന്റെ ജോലി, സോ ആ ഒരു ജോലിയിലേക്ക് കുറച്ച് 2-3 മാസത്തേക്കായാലും വേറൊരു പ്രൊഫഷനിലും നമുക്ക് ആ ഡിസൈൻ ഇല്ല. അപ്പൊ ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ടർ ആയാലും രണ്ടുപേർക്കും ഐ ഹവ് സീൻ ബോത്ത് ഓൺ സ്റ്റേജ് ആൻഡ് ഓൺ സ്ക്രീൻ. അതൊരു ഇല്ല അങ്ങനെ ഒരു ഫാക്ടറായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇത്തിരി നേരത്തെ കുറിച്ചാണ്. ഇത്തിരി നേരം ആക്ച്വലി ഒരു റൊമാൻറ്റിക് സിനിമയാണ് അല്ലെ? റൊമാൻസ് ഒരു പാട്ടാണ്. നിങ്ങൾക്ക് 3 പേർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള, അതായത് എത്ര കണ്ടാലും മടുക്കാത്ത ഒരു റൊമാൻറ്റിക് സിനിമ ഏതാ? എനിക്ക് പേഴ്സണലി ഈ റൊമാൻറ്റിക് സിനിമകൾ അധികം കാണാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. വൈ അൺറൊമാൻറ്റിക്? ഞാൻ റൊമാൻറ്റിക് മൂരാച്ചിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പക്ഷെ എങ്കിലും എനിക്ക് ഈ ഇടക്കാലത്തിൽ കണ്ടതിലൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് മൂവി എന്ന് പറയുന്നത് മായാനദി ആയിരിക്കും, അല്ലെങ്കിൽ 96 മായാനദിയൊക്കെ തന്നെയാണ്. എന്റെ ഉത്തരം കോപ്പി അടിച്ച് അതാണ് പറയാൻ വന്നത്. നേരത്തെ പറഞ്ഞിരുന്നു. അല്ല, ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ അത് തന്നെയാണ്. വേറെ ഞാൻ അധികം കാണാത്ത, പെട്ടെന്ന് ഈ അടുത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് അതാണ് ഓർമ്മ വരിക. എനിക്ക് ഒരുപാടെണ്ണമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർക്കാവുന്ന റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈയിടെ കണ്ടിട്ടുള്ളതിൽ പഴയ ക്ലാസിക് റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഇപ്പോഴും ഇരുന്ന് കാണുന്നുണ്ട്. ദിൽവാലെ ദുൽഹനിയ ആയാലും റോജ ആയാലും ഒക്കെ എനിക്ക് ഭയങ്കര വർക്കാണ്. പിന്നെ മലയാളത്തിലെ ഒരു സീരീസ് ഓഫ് കോമഡി റൊമാൻറ്റിക് പടങ്ങളും ഭയങ്കര വർക്കാണ്. ഗോഡ് ഫാദർ ഒക്കെ ആക്ച്വലി ഒരു ലവ് സ്റ്റോറിയാണ്. അത് ഭയങ്കര പൊളിയല്ലേ അത് വർക്കാവുന്നത്. റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈയിടെ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ടൊരു പടം, ജോയ്ലാൻഡ്, ഇത് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട്. എനിക്ക് തൂവാനത്തുമ്പികളാണ്. അത് എപ്പോഴും നമുക്ക് റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു പടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. ഇത് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കാണുന്നത് ആട്ടത്തിന്റെ ഡയറക്ടറിനോട് പറഞ്ഞിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത് ലവ് സ്റ്റോറീസ് ആണ്. കൂടുതലും പത്മരാജന്റെ വർക്കാണ് പുള്ളി ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ കണ്ണിലൂടെയാണ് ഞാൻ പത്മരാജന്റെ വർക്ക് ആദ്യമായിട്ട് കാണുന്നത്. അതെ. പക്ഷെ ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എഴുതുന്നതും ഒക്കെ ട്രൂലി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. സത്യം, അത് വേറെ ഒരു ലെവൽ പടമായിരുന്നു അല്ലെ? സിനിമ ഇറങ്ങട്ടെ. ഈ പറഞ്ഞതുപോലെ നമ്മളും കുഞ്ഞി ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ കാണാൻ നമ്മൾ ആസ് എൻ ഓഡിയൻസ് നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പൊ സിനിമ ഇറങ്ങട്ടെ, തിയേറ്ററിൽ കണ്ടിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഒന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.